നിനക്കിന്ന് കോളേജിൽ പോകണ്ടായിരുന്നോ? സ്ട്രൈക്കോ? സമരം കോളേജിന്റെ സമരം. അപ്പൊ അതിനൊന്നും നിനക്ക് പങ്കെടുക്കണ്ട. എന്താ അമ്മൂമ്മ? സാധാരണ അമ്മൂമ്മമാര് കോളേജിലെ സമരത്തിലൊന്നും പോയി പങ്കെടുക്കില്ല എന്നാണ് പറയാറ്. എന്റെ അമ്മൂമ്മ വെറൈറ്റി ആണല്ലേ. നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളില്ല, രാഷ്ട്രീയ ചിന്തകൾ മാത്രമേ. എന്തായാലും നീ കോളേജിൽ പോകുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ കടയിൽ പോയി കുറച്ച് മുട്ട മേടിച്ചോണ്ട് വാ. അമ്മൂമ്മ എനിക്കിപ്പോ മൂടില്ല. എടാ എന്ന് പറഞ്ഞാ എങ്ങനാ? മുട്ട വേണ്ടായോ? ആ മുട്ട വേണം. എന്നാ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകും. എന്തായാലും ഇപ്പൊ പോകണ്ട വയ്യ. அம்மா நீங்க எங்க இருக்கீங்களா? அம்மா மிளகு தீர்ந்தது, அதனால கேசு கடை போகும்போது கொஞ்சம் மிளகா வாங்கிட்டு வர சொல்லுங்க. മൂടില്ലയാ? കേശുവിന് കടയിൽ പോകാൻ മൂടില്ലെന്ന്. എന്നടാ കനകാന്റി, ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇപ്പം കടയിൽ പോയിട്ട് മേടിച്ചോണ്ട് വരാന്ന്. 2 മിനിറ്റ് കുറച്ചൊരു ഇരുന്നോട്ട് ഞാൻ. അതെ, കയ്യും കഴുകി വന്നിരിക്കുമ്പോഴേ ഞാനും പറയും എനിക്ക് മൂടില്ലെന്ന്. അതെന്താ അങ്ങനെ ചോക്ക്? എടാ സമയത്തിനും കാലത്തിനും വല്ലതും മേടിച്ചോണ്ട് വന്നെങ്കിലല്ലേ വെച്ചുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ശരി, ഇപ്പൊ 10 മുട്ടയുടെയും ഈ മുളകുടെയും കേസല്ലേ ഉള്ളൂ. ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. யாரெந்த புது பொண்ணு? ഇതെന്തുവാടാ, ലേഡീസ് ഹോസ്റ്റലോ? ആഴ്ചയിൽ ഓരോ പെൺപിള്ളാർ കയറി വരുന്നേ. മുമ്പ് ഇതെന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാ, ബാലാമണി PS കോളേജിലെ ക്ലാസ്. എടാ നിന്നെ കാണാൻ വേണ്ടി മാത്രമാണല്ലോ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. അതും പൊണ്ണുങ്ക മട്ടും. അമ്മൂമ്മ, കനകാന്റി, ഇതൊന്നുമല്ല. ഇത് എന്റെ കോളേജിൽ പഠിക്കുന്ന ഏറ്റവും അടുത്ത ഫ്രണ്ട്. സ്ട്രൈക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. ഹായ് കേശു. ഹായ്. അമ്മൂമ്മയല്ലേ? ഹായ്. ഹായ്. കനകാന്റി. ஆமா. ഹലോ. ஹலோ. ஏய், இந்த பொண்ணுக்கு எல்லாரையும் தெரியுது. എനിക്ക് എല്ലാരും അറിയാം. കേറിക്കോട്ടെ. കേറിക്കോ. ഇവിടെ അങ്ങനെ ആരും അനുവാദം ഒന്നും ചോദിക്കാറില്ല. നേരെ അങ്ങ് അടുക്കള വരുമ്പോഴാ ഞാൻ അറിയാറ്. അമ്മൂമ്മ. ഹലോ. ഹലോ. എടാ കേശു, ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എന്തെടുക്കാത്ത? നീ വിളിച്ചായിരുന്നോ? ഓ, ഞാൻ കണ്ടായിരുന്നു. ഞാൻ ആ സമയം വേറൊരു കോളിലായിരുന്നു. അപ്പോ നിന്നെ തിരിച്ചു വിളിക്കണമെന്ന് വിചാരിച്ച ശേഷം മറന്നുപോയി. നീരവിന്റെ അടുത്താണോ നീ സംസാരിച്ചോണ്ടിരുന്നത്? അവന്റെ അടുത്തൊന്നുമില്ല. അവനെ വിളിച്ചിട്ട് തന്നെ വിളിച്ചില്ല. അവൻ ആരാടാ നീരവ്? ആ അമ്മൂമ്മക്ക് എന്തൊക്കെ അറിയണം അമ്മൂമ്മ? അതാ, ഇത് ബാലാമണി, എന്റെ ഫ്രണ്ട്, കോളേജിലെ ബാച്ച്മേറ്റ് ആണ്. അമ്മൂമ്മ ഇപ്പൊ തൽക്കാലത്തിന് അത്ര അറിഞ്ഞാൽ മതി. മുട്ടയും മുളകുമല്ലേ ഞാൻ മേടിച്ചോണ്ട് വരാം. പൈസ എവിടെ? നീ എന്ത് ബഹളം വെക്കുന്നേ? വെപ്രാളപ്പെടുന്ന എന്തിനാ? മുട്ടയും മുളകും മേടിച്ചതിന്റെ ബാക്കി പൈസ അതുപോലെ കൊണ്ടുവരണം. കൊണ്ടുവന്ന് തരാം. ഒന്ന് പോവോ? என்ன கேசு இது இப்படி கோவப்பட்டெல்லாம் பேசுற? ഞാൻ ഇങ്ങനെയാണോ കനകാന്റി കോപപ്പെടുന്ന ഒരു മനുഷ്യനെ? ഞാൻ ഇത്രയും ചിരിച്ചോണ്ട് ആരെങ്കിലും കോപപ്പെടുവോ? അമ്മൂമ്മ ചെല്ലമ്മൂമ്മ, മുട്ടയും മുളകും മേടിച്ചോണ്ട് വരാം. நான் உனக்கு ஸ்பெஷலா ஜூஸ் பண்ணி கொடுக்கறேன். പണിക്കൊരു ഇല്ലേ? നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ച്, നീ എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറൊരു കോളിലായിരുന്നു, മറന്നുപോയി. തിരിച്ചു വിളിക്കാൻ. എടാ കേശു, അവൻ നിന്നെ വിളിച്ചിട്ട് എന്താ നിന്റെ അടുത്ത് പറഞ്ഞു? നീ വന്നിങ്ങോട്ട്. എടോ, അവൻ എന്നെയോ ഞാൻ അവനെയോ വിളിച്ചിട്ടില്ല. അത് വെറുതെ. ഇത് ശരിയാവൂല കേശു. ശരിയാവില്ല, കളഞ്ഞിട്ട് പോ. അങ്ങനെ കളഞ്ഞിട്ട് പോകാനൊന്നും പറ്റൂല. നിനക്കറിയാലോ ഞാൻ അവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എടോ ബാലാമണിയെ, നിന്റെയൊക്കെ പ്രശ്നത്തിൽ ഇടപെട്ട് എനിക്കിപ്പോ എന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ സമയമില്ല. എടാ നീ അവനൊന്ന് വിളിക്കടാ. വിളിക്കാൻ പോലും വിളിക്കുക അവനെ. ബാലാമണി, ഈ ലോകത്തുള്ള എല്ലാ റിലേഷൻഷിപ്പും ഒരു ഞാണമ്മേലുള്ള കളിയാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ കഴിഞ്ഞ് തറയെ വീണ് പൊട്ടിപ്പോവത്. അതുകൊണ്ട് ഒരു മയത്തിലൊക്കെ വേണം മുന്നോട്ട് പോവാൻ. പോവും. ഞാൻ അവനെയും കൊണ്ടേ പോവും. എടാ അവനില്ല, എനിക്ക് പറ്റൂലടാ. നീ അവനെങ്ങനെയെങ്കിലും വിളിച്ച് സംസാരിച്ച് സെറ്റാക്കിയിട്ട് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. കടയിൽ പോയിട്ട് 10 മുട്ടയും മുളകുപൊടിയും മേടിച്ചോണ്ട് വരാം. എന്നിട്ട് പോണ വഴിക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അതാണ് എനിക്ക് നിന്റെ അടുത്ത് കുറെ കാര്യം പറയാനുണ്ട്.